ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി 38-ാമത്തെ അധ്യായം മുതൽ 40-ാമത്തെ അധ്യായം വരെയാകുന്നു. ഉൽപ്പത്തി 38-ാമത്തെ അധ്യായം യഹൂദയെയും അവൻ്റെ കുടുംബത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. യഹൂദ ഒരു കനാന്യ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവൾക്ക് ഓനാൻ, ഷേല എന്ന 3 പുത്രന്മാർ ഉണ്ടാകുകയും ചെയ്യുന്നു. താമാറിനെ വിവാഹം കഴിച്ചെങ്കിലും അവൻ്റെ ദുഷ്ടത കാരണം അവൻ മരിക്കുന്നു. ആ കാലഘട്ടത്തിലെ ആചാരപ്രകാരം ഓനാൻ തൻ്റെ സഹോദരനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അവൻ തൻ്റെ കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്നു. അതുകൊണ്ട് അവനും ദൈവവിധി അനുഭവിക്കുന്നു. യഹൂദ ഷേലയെ താമാറിന് കൊടുക്കുന്നത് താമസിപ്പിക്കുകയും അവളെ നീതിയില്ലാതെ വിട്ടുകളയുകയും ചെയ്യുന്നു. താമാർ സ്വയം മറച്ചുവെച്ച് യഹൂദയെ വഞ്ചിക്കുകയും അവൾ ഇരട്ടക്കുഞ്ഞുങ്ങളായ പേരസിനെയും സേരഹിനെയും പ്രസവിക്കുകയും ചെയ്യുന്നു. സത്യം വെളിപ്പെട്ടപ്പോൾ യഹൂദ തൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ നീതിയും മനുഷ്യരുടെ തകർന്ന സാഹചര്യങ്ങൾക്കിടയിലും അവൻ പ്രവർത്തിക്കുന്നതും കാണിക്കുന്നു. യഹൂദയുടെ പരാജയം താമാറിൻ്റെ അവകാശം അന്വേഷിച്ച ഉറച്ച മനസ്സിനോട് വിരുദ്ധമാണ്. നൈതികമായി സങ്കീർണമായ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി മുന്നോട്ട് പോകുന്നു. താമാർ ദൈവവാഗ്ദാനത്തിൻ്റെ നിറവേറ്റലിലേക്ക് നയിക്കുന്ന വംശാവലിയിൽ ഉൾപ്പെടുന്നു. മനുഷ്യരുടെ പരാജയം ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ കഴിയില്ലെന്ന് ഇത് കാണിക്കുന്നു. പാപം സമ്മതിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നത് പുനഃസ്ഥാപനത്തിലേക്കുള്ള ആദ്യ പടിയാണ്. ഇന്നത്തെ ജീവിതത്തിൽ ആളുകൾ അനീതിയും അവഗണനയും തകർന്ന സംവിധാനങ്ങളും നേരിടുന്നു. ദൈവമെല്ലാം കാണുന്നവനാണെന്നും തൻ്റെ സമയത്ത് നീതി നടപ്പാക്കുന്നവനാണെന്നും ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബന്ധങ്ങളിൽ ഉത്തരവാദിത്വവും വിശ്വാസ്യതയും അത്യന്താപേക്ഷിതമാണ്. മനുഷ്യർ പരാജയപ്പെട്ടാലും ദൈവത്തിന് അതിലൂടെ നന്മ വരുത്താൻ കഴിയും. നമ്മുടെ തെറ്റുകൾ സമ്മതിക്കുന്നത് മാറ്റത്തിൻ്റെ തുടക്കമാണ്. മനുഷ്യരുടെ അപൂർണതകൾക്കിടയിലും ദൈവത്തിൻ്റെ പദ്ധതി തുടരുന്നു. ഉൽപ്പത്തി 39-ാമത്തെ അധ്യായം. ഉൽപ്പത്തി 37-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് 39-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. ഇസ്മായേലിയർ യോസെഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവർ അവനെ പൊത്തിഫറിന് വിൽക്കുന്നു. അവൻ പൊത്തിഫറിൻ്റെ വീട്ടിൽ ദാസനായി സേവനം ചെയ്യുന്നു. യഹോവ യോസെഫിനോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ എല്ലാറ്റിലും വിജയിക്കുകയും വിശ്വാസവും ഉത്തരവാദിത്വവും നേടുകയും ചെയ്യുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യ യോസെഫിനെ പ്രലോഭിപ്പാൻ ശ്രമിച്ചെങ്കിലും ദൈവത്തോടും തൻ്റെ യജമാനനോടുമുള്ള വിശ്വാസ്യത കാരണം അവനത് നിരസിക്കുന്നു. അവൾ തെറ്റായ കുറ്റം അവൻ്റെ മേൽ ചുമത്തി യോസെഫ് തടവിലാക്കപ്പെടുന്നു. തടവിലായിരുന്നപ്പോഴും അവന് കാവൽക്കാരൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ഉത്തരവാദിത്വം ലഭിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായം എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം യോസെഫിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ അധ്യായം പ്രലോഭനങ്ങളുടെ മുൻപിൽ വിശ്വാസ്യതയും നീതിയും എത്ര പ്രധാനമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സമ്മർദ്ദങ്ങൾക്കിടയിലും യോസെഫ് നീതിയിൽ ഉറച്ചു നിന്നത് അവൻ്റെ ദൈവഭക്തിയെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം സാഹചര്യങ്ങളിൽ ആശ്രയിച്ചല്ല. വിജയത്തിലും കഷ്ടതയിലും അവൻ നമ്മോടൊപ്പം ഉണ്ടാകും. തെറ്റായ ആരോപണങ്ങളും അനീതിയും ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാനാകില്ല. വിശ്വാസ്യത താൽക്കാലികമായി കഷ്ടതയിലേക്ക് നയിച്ചാലും അത് അവസാനം ബഹുമതിയിലേക്ക് നയിക്കുന്നു. വിശ്വാസത്തോടെ നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ നാം പലവിധ പ്രലോഭനങ്ങളും നൈതിക വെല്ലുവിളികളും നേരിടുന്നു. ഈ അധ്യായം എന്ത് സംഭവിച്ചാലും ശരിയായ വഴിയിൽ നിലകൊള്ളാൻ നമ്മെ പഠിപ്പിക്കുന്നു. ശരിയായത് ചെയ്യുന്നത് കൊണ്ട് ഉടൻ ഫലം ലഭിക്കണമെന്നില്ല. തെറ്റിദ്ധാരണകളും അനീതിയും നേരിടേണ്ടി വരാം. പക്ഷെ ദൈവം അപ്പോഴും പ്രവർത്തിക്കുന്നു. വിശ്വാസ്യതയും സ്ഥിരതയും നല്ല സ്വഭാവം നിർമ്മിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവസാനം നമ്മെ ഉയർച്ചയിലേക്ക് നയിക്കും. ഉൽപ്പത്തി 40-ാമത്തെ അധ്യായത്തിൽ യോസെഫ് തടവിൽ കഴിയുമ്പോൾ ഫറവോൻ്റെ പാനപാത്രധാരിയും അപ്പം വയ്ക്കുന്നവനും അവനോടൊപ്പം തടവിലാക്കപ്പെടുന്നു. ഇവർ ഇരുവരും സ്വപ്നങ്ങൾ കാണുകയും വിഷമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സഹായത്തോടെ യോസെഫ് അവരുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുന്നു. പാനപാത്രധാരിയുടെ സ്വപ്നം അവൻ്റെ പദവിയിൽ അവൻ തിരിച്ചെത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ അപ്പം വയ്ക്കുന്നവൻ്റെ സ്വപ്നം അവൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. എല്ലാം യോസെഫ് പറഞ്ഞതുപോലെ നടക്കുന്നു. എന്നാൽ പുനഃസ്ഥാപിക്കപ്പെട്ട പാനപാത്രധാരി യോസെഫിനെ മറക്കുന്നു. യോസെഫ് തടവിൽ തന്നെ തുടരുന്നു. ഈ അധ്യായം കഷ്ടതകളിൽ പോലും ദൈവം നൽകിയ വരങ്ങൾ ഉപയോഗിക്കേണ്ടുന്നതിൻ്റെ ആവശ്യത്തെ കാണിക്കുന്നു. മറക്കപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും യോസെഫ് ദൈവത്തോടുള്ള വിശ്വാസത്തിൽ സ്ഥിരത ഉള്ളവനായി നിലകൊള്ളുന്നു. ദൈവത്തിൻ്റെ സമയം പൂർണ്ണമാണെന്നും
വൈകുന്നത് പോലെ തോന്നിയാലും അതിൽ ഉദ്ദേശമുണ്ടെന്നും ഇത് പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതും നമ്മുടെ വരങ്ങൾ ഉപയോഗിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. മനുഷ്യർ നമ്മെ മറന്നാലും ദൈവം നമ്മെ ഒരിക്കലും മറക്കില്ല. മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവം നമ്മെ ഒരുക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നല്ലത് ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെടാത്തവരായി തോന്നാം. ഈ അധ്യായം നമ്മെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. വൈകുന്നത് ദൈവത്തിൻ്റെ നിഷേധമല്ല. നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വാസം വയ്ക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്നത് അംഗീകാരത്തിനായിട്ടല്ല, ദൈവത്തിനായി ആയിരിക്കണം. നമ്മുടെ വിശ്വാസ്യത ദൈവം കാണുകയും തൻ്റെ സമയത്ത് ദൈവം നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇന്ന് ചിന്തിക്കുവാൻ, ജീവിതം അനീതി ഉള്ളതുപോലെയും വൈകുന്നത് പോലെയും ശ്രദ്ധിക്കപ്പെടാത്തതുപോലെയും തോന്നുമ്പോഴും ഞാൻ ദൈവത്തോട് വിശ്വാസത്തിൽ നിലകൊള്ളുന്നുണ്ടോ? തകർന്ന സാഹചര്യങ്ങളിലൂടെയും ദൈവം എൻ്റെ ജീവിതത്തിൽ തൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.